എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വാർത്താ സായാഹ്നത്തിലേക്ക് സ്വാഗതം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 91.35% ഫോമുകളാണ് പൂർത്തിയാക്കിയത്. ഇന്നു മുതൽ ഒരു മാസത്തേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പരാതിക്കും അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂട്ടിച്ചേർത്തു. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പീരിയഡ് ആണ്. ആർക്കെങ്കിലും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡ്രാഫ്റ്റ് റോൾ ഇലെ ഒബ്ജെക്ഷൻസ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് അവർക്ക് ഫയൽ ചെയ്യാം. പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6, ഓവർസീസ് എലക്ടേഴ്സ് പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6A, ഡിലീഷൻ ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 7, ഷിഫ്റ്റിംഗ് ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 8. ഇതോടൊപ്പം ഡിക്ലറേഷൻ ഫോം കൂടി അത് ഫിൽ ചെയ്ത് തരണം എന്നുള്ളതാണ് നിലവിലുള്ള നിർദ്ദേശം. ഈ എല്ലാ ഫോംസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്. BLOമാരോട് ബന്ധപ്പെടുകയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിൽ പൂരിപ്പിച്ച് അവർക്ക് നൽകാൻ സാധിക്കും. ശരി, ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് ഈവനിങ്. അങ്ങനെ കേരളത്തിന് കരട് വോട്ടർ പട്ടിക ആയിരിക്കുന്നു. ഈ കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ എത്ര പേരാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്? ഒപ്പം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത്? സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അതിന്റെ പൂർത്തിയാകുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്, രത്തൻ യു കേൽക്കർ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം അതിന്റെ ഈ കരട് വിജ്ഞാപനത്തിന്റെ പകർപ്പ് നൽകുകയും ചെയ്തു. അതായത് 2,78,50,855 വോട്ടർമാർക്കാണ് പത്രിക ഈ പേപ്പർ നൽകിയത്, അതായത് ഫോം നൽകിയത്, അപേക്ഷാ ഫോം നൽകിയത്. തിരികെ കിട്ടിയത് 2,54,43,352 ഫോമുകളാണ് ഈ തിരികെ ലഭിച്ചത്. അതായത് അതിൽ 24,80,503 പേർ ഈ തിരികെ ലഭിച്ചത്. മൊത്തത്തിൽ കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ പട്ടികയിൽ കാണാൻ ഉള്ളതായിട്ടുള്ള, ഇനി കണ്ടെത്താൻ കഴിയാത്തതായിട്ടുള്ളത് 24,80,503 പേരെയാണ് കണ്ടെത്താൻ കഴിയാത്തുള്ളത്. അതിൽ ഒപ്പം തന്നെ 6,49,885 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആക്ഷേപങ്ങൾക്കുള്ള സൗകര്യമുണ്ട്. ആരെയും പട്ടികയിൽ നിന്ന് പുറത്താക്കത്തില്ല എന്ന രത്തൻ യു കേൽക്കർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 91.35% ഫോമുകളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും അവസരമുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.